പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടുകൂടെ ആയിരിക്കുവാൻ ഈ ഒക്ടോബർ മാസത്തിൽ ജപമാലയുടെ പ്രത്യേകമായ സംരക്ഷണത്തിലും കൂട്ടായ്മയിലുമായിരിക്കുവാൻ അവിടുത്തെ മക്കളായി ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള സകല ദൈവമക്കളോടും ചേർന്ന് ജപമാലയുടെ ഐക്യത്തിൽ ഈ റോസറി വാർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ആത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ ശക്തിപ്പെടുത്തണമേ, ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കണമേ, സത്യത്തിൻ്റെ വലിയ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയം വഴി പിതാവായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ റോസറി വാർ യുദ്ധത്തിൽ നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത, ഈ കാലഘട്ടത്തിൽ നമ്മൾ സത്യമായിട്ടും പ്രഘോഷിക്കേണ്ട ഒരു വലിയ പ്രഘോഷണമാണ് ത്രിയേക ദൈവത്തെ നമ്മൾ പ്രഘോഷിക്കണം. നമ്മുടെ ദൈവം ഏകദൈവമാണ്, എന്നാൽ ആ ദൈവം ത്രിയേക ദൈവമാണ്. അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം നമുക്ക് വെളിപ്പെടുത്തി തന്നത് ത്രിയേക ദൈവത്തിൻ്റെ ആ വലിയ വെളിപ്പെടുത്തലിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവം ആയിരുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് മനുഷ്യാവതാരം, ദൈവമാകുന്ന വചനം. ഈ ത്രിയേക ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്, അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കി തന്നത് പിതാവായ ദൈവം ഈ പരിശുദ്ധ അമ്മയിലൂടെയാണ്. പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വന്നിട്ട് ഈ വചനം മാംസം ധരിക്കുന്ന മനുഷ്യാവതാരത്തിൻ്റെ ദിവ്യമായ സന്ദേശം പറഞ്ഞപ്പോൾ മാതാവ് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ആ സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതായത് ത്രിയേക ദൈവത്തിൽ 3 ആളുകളുണ്ട്. പിതാവാകുന്ന ദൈവം, പുത്രനാകുന്ന ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ആ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മാലാഖ പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അപ്പോൾ വചനം നിന്നിൽ മാംസം ധരിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, വചനം നിന്നിൽ മാംസം ധരിക്കും. പരിശുദ്ധാത്മാവായ ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം പരിശുദ്ധ അമ്മയിൽ വന്നു നിറയും. വചനം ദൈവമാകുന്നു. ദൈവമായ കർത്താവ് വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ അമ്മയിലൂടെ അവതരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും അറിയേണ്ട വലിയ ഒരു സത്യമാണ് ഈ ത്രിയേക ദൈവത്തിൻ്റെ നിറസാന്നിധ്യം. അമ്മയിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ, അമ്മ സ്വീകരിച്ച ആ വലിയ സാന്നിധ്യം, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞ് സ്വന്തമാക്കണം. മാത്രമല്ല, ഈ ത്രിയേക ദൈവത്തെ നമ്മൾ പ്രഘോഷിക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ ഒത്തിരി തെറ്റിദ്ധാരണകൾ കടന്നു വരുന്നുണ്ട്. അതായത് ദൈവസങ്കല്പത്തിൽ മോണോതെയിസം, ഏകദൈവ വിശ്വാസം, ആ രീതിയിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ പല മതവിഭാഗത്തിൻ്റെയും ദൈവത്തെയൊക്കെ ബന്ധപ്പെടുത്തി പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയും, ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ത്രിയേക ദൈവം പരിശുദ്ധ അമ്മയിലൂടെയും പിന്നെ ഈശോയിലൂടെയും, ഈശോ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് ഈശോയുടെ മാമോദിസ സ്വീകരിക്കുന്ന സമയത്ത്
നമ്മൾ കാണുന്നുണ്ട്. ഈശോ പുത്രനായ ദൈവം വെള്ളത്തിലേക്ക് ഇറങ്ങി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. ആ സമയത്ത് പിതാവായ ദൈവം സ്വർഗം തുറന്ന് സംസാരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവായ ദൈവം യേശുവിൻ്റെ മേൽ വന്ന് ആവസിക്കുന്നു, പറന്നിറങ്ങുന്നു. അപ്പൊ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം, എന്നെ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ഈശോ പറയുന്നുണ്ട്. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ ഈശോ ഞാനാണ് വഴി, ഞാനാണ് സത്യം, പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറയുമ്പോൾ തോമാസ് ശ്ലീഹ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞപ്പോഴാണ് ഫിലിപ്പോസ് ചോദിക്കുന്നത്, ഈശോയെ, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. പിന്നെ എങ്ങനെ പിതാവിനെ കാണിച്ചു തരാൻ നീ എന്നോട് പറയും എൻ്റെ ഫിലിപ്പോസേ? ഇത്രയും നാൾ എൻ്റെ കൂടെ വസിച്ചിട്ട് നിങ്ങളത് മനസ്സിലാക്കിയില്ലേ? ഞാനും പിതാവും ഒന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവീക രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയ വലിയ ഒരു സത്യമാണ്. ഇങ്ങനെ ഒരു ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം മറ്റാർക്കുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ വിശ്വാസ സത്യത്തെ പ്രഘോഷിക്കുകയും അമ്മയിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ, അമ്മയിലൂടെ ദൈവമക്കൾക്ക് ലഭിച്ച ഈ ദൈവത്തെ സ്വന്തമാക്കി സ്വീകരിക്കണം. നമുക്കറിയാം, ദൈവമായ കർത്താവ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത് പരിശുദ്ധ അമ്മയിലൂടെ മാംസം ധരിച്ച് ദൈവകൃപ നിറഞ്ഞ, ഇനി അതൊക്കെ ഓർക്കുമ്പോൾ മാതാവിൻ്റെ കൃപയിലേക്കൊക്കെ നമ്മൾ കടന്നു വരണം. ജപമാല ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആദിയിൽ തന്നെ അങ്ങയുടെ തിരുക്കുമാരന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ തന്നെ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. പരിശുദ്ധ അമ്മയെ ദൈവം നിശ്ചയിച്ചു. എന്താണ്? യോഗ്യതയുള്ളവളാക്കി കണ്ട് കൃപ നിറച്ച്, ആ ദൈവിക ചൈതന്യം നിറച്ച്. അപ്പോൾ ഈ അമ്മയിലൂടെ ദൈവം നമുക്ക് നൽകിയ വലിയ കരുണയാണ് യേശു ആകുന്ന ദൈവപുത്രൻ. മാതാവിൻ്റെ വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈ ത്രിയേക ദൈവത്തെ സ്വന്തമായി സ്വീകരിച്ച് മാംസം ധരിച്ച് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് മാതാവ് ഭരമേറ്റത്. ആ ഈശോയെ വളർത്തി. എന്തിനാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്? നമ്മെ രക്ഷിക്കാൻ വേണ്ടി. ഈ ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ ദൈവം തന്നെയാകുന്ന യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ച് നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്നു. ഞാൻ പറയും, ഈ കർത്താവിനെ, ഈ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ദൈവം നൽകിയ ആ വലിയ കരുണയെ സ്വന്തമാക്കി ഈ കരുണ പ്രഘോഷിക്കണം നമ്മൾ. അതിന് സാധിക്കണമെങ്കിൽ ത്രിയേക ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ഏകദൈവമെന്ന് പറഞ്ഞ് മറ്റു പല ദൈവങ്ങളുമായിട്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രഘോഷിക്കേണ്ടത് അത് നമുക്ക് മാത്രമേ വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ളൂ, ത്രിയേക ദൈവം. ഈ ത്രിയേക ദൈവത്തെ നമുക്ക് പ്രഘോഷിക്കാൻ ആകുന്നില്ലെങ്കിൽ, ആ വിശ്വാസത്തെ മുറുകെ പിടിക്കാനാകുന്നില്ലെങ്കിൽ, അവിടെ ഒരു അപകടകരമായൊരവസ്ഥയുണ്ട്. എന്തെന്നറിയോ? നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തെ പ്രഘോഷിക്കാൻ കഴിയത്തില്ല. ത്രിയേക ദൈവത്തെ സ്വീകരിച്ച് ആരാധിച്ച് ആ ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയെ ഏറ്റുപറഞ്ഞ് അത് സ്വന്തമാക്കി അത് പ്രഘോഷിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, മനുഷ്യന് രക്ഷ സാധ്യതമാകുവാൻ തടസ്സപ്പെടും. അതായത് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല. പരിശുദ്ധ അമ്മയിലൂടെ മാംസം ധരിച്ച് മനുഷ്യനായിട്ട് അവതരിച്ച് ആ വലിയ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് അവിടെ നിന്ന് മാറി, അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് ആ രക്തം ചിന്തി അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി ഉയർത്ത് ദിവ്യകാരുണ്യമായിട്ട് മാറി ഇന്നും നമ്മുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ, ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കണമെങ്കിൽ ഈ പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ ത്രിയേക രഹസ്യത്തെ നമ്മൾ സ്വന്തമാക്കണം. ഈ മേഖലയിൽ നമ്മൾ ഇനിയും കുറേ കൂടി ആഴപ്പെടേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് ഇന്ന് ഈ പരിശുദ്ധ അമ്മയോട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? നമ്മുടെ സഭയിൽ, നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ, നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ ത്രിയേക ദൈവത്തെ പ്രഘോഷിക്കുവാനും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം, കരുണയുള്ള പിതാവ്,
എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കുന്ന പിതാവ് എല്ലാ മക്കളുടെ മേലും ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്ന മഞ്ഞ് പെയ്യിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, എല്ലാവർക്കും വേണ്ടി ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ തൻ്റെ ഏകജാതനെ തന്നെ നൽകാൻ വരെ സ്നേഹിച്ച ദൈവത്തിൻ്റെ കരുണ, എന്നും കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആവാസം, ഇത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കണമെങ്കിൽ നമ്മുടെ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി. മറ്റൊന്നും വേണ്ട. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അത്യുന്നത ശക്തി ആവസിച്ച വചനം മാംസം ധരിച്ച പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഈ വിശ്വാസ സത്യത്തെ പ്രഘോഷിച്ചുകൊണ്ട് ഈ ക്രൈസ്തവ സഭയെ മാത്രമല്ല സകലമാന മക്കളെയും ഈ വിശ്വാസ സത്യത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് മാതാവിനെ ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ചേർത്ത് പിടിക്കണം. ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കില്ലേ, പിതാവായ ദൈവത്തിൻ്റെ മകളാകുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകൾ, വീണ്ടും പറയാ, പുത്രനായ ദൈവത്തിൻ്റെ മാതാവാകുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവ്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ത്രിയേക ദൈവത്തിൻ്റെ നിറസാന്നിധ്യമുള്ള പിതാവായ ദൈവത്തിൻ്റെ മകൾ, പുത്രനായ യേശുവിൻ്റെ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ മണവാട്ടി. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും ഒന്നായിട്ട് മാറി. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാകുന്നു എന്ന് പറഞ്ഞ ആ വചനം പോലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് ആവസിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയും പരിശുദ്ധാത്മാവ് രണ്ടല്ല ഒന്നാണ്. അതുപോലെ ത്രിയേക ദൈവത്തിൻ്റെ നിറസാന്നിധ്യം ഐക്യപ്പെട്ടവളാണ് പരിശുദ്ധിയമ്മ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദൈവിക രഹസ്യം ഇതൊരു വലിയ രഹസ്യമാണ്. ത്രിത്വം എന്നുള്ളത് വലിയ രഹസ്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ബോധജ്ഞാനത്തിൻ്റെ ദൈവിക രഹസ്യത്തിൻ്റെ റോസാപുഷ്പമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഈ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ത്രിത്വത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നമ്മുടെ ത്രിയേക ദൈവത്തിൻ്റെ വിശ്വാസ സത്യത്തെ ഖണ്ഡിക്കുന്ന രീതിയിൽ പല പല പഠിപ്പിക്കലുകളും തെറ്റായ ചില താരതമ്യപ്പെടുത്തലുകളുമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ദൈവമക്കൾ അറിയണം, എന്താണ് ത്രിയേക ദൈവം, എന്താണ് ത്രിത്വം, എൻ്റെ ദൈവത്തിൻ്റെ അസ്തിത്വം എന്താണ്, ആ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തി എന്താണ്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണ്, എങ്ങനെയാണ്. ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ പരിശുദ്ധയമ്മ ആകുന്ന ദൈവിക രഹസ്യത്തിൻ്റെ റോസാപുഷ്പമായ പരിശുദ്ധയമ്മയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനെയും നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർത്ത് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, രാജ്യങ്ങളിൽ, സകലമാന മക്കളിലും ഈ ദൈവികമായ രഹസ്യത്തിൻ്റെ ശക്തി നിറയപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ എല്ലാ കാര്യങ്ങളും അമ്മയെ പഠിപ്പിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. മാത്രമല്ല, അമ്മയോട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. ചില കാര്യങ്ങൾ നമുക്ക് സംശയമുള്ള കാര്യങ്ങളുണ്ട്. അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ വ്യക്തി ഇന്നത് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കും, ചോദിക്കും, എന്താണ് സത്യം, എന്താണ് ശരി. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏതാണ് ശരി തെറ്റെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ പല പല പഠിപ്പിക്കലുകൾ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയെ അതുപോലെ ചേർത്ത് പിടിച്ച് അമ്മയോട് ചോദിച്ചറിയണം. കാരണം അമ്മയ്ക്കറിയാം എന്താണ് ത്രിത്വം, അമ്മയ്ക്കറിയാം
എന്താണ് രക്ഷാകര പദ്ധതി. കാരണം ആ തിരുക്കുമാരനെ വളർത്തി, ആ തിരുക്കുമാരന് മാംസം നൽകി, ആ തിരുക്കുമാരന് രക്തം നൽകി, ആ തിരുക്കുമാരന് ജന്മം നൽകി, ആ തിരുക്കുമാരനെ വളർത്തി ആ മകൻ്റെ രക്ഷാകര പദ്ധതിയാകുന്ന കുരിശുമരണത്തിലേക്ക് അവനെ നടത്തിക്കൊണ്ടുപോയി. കാൽവരി മലയിൽ നമുക്ക് വേണ്ടി ഒരു പരിഹാര ബലിയായിട്ട് അവനെ അർപ്പിച്ച ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആ തിരുക്കുമാരൻ്റെ തിരുശരീരം മടിയിൽ കിടത്തിയ ഈ പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം ഈ രക്ഷാകര പദ്ധതിയുടെ ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിന് രക്ഷ പ്രാപിക്കാനായിട്ട് ഈ ഒരു വഴിയുള്ളൂ. ഈ ഒരു വഴിയുള്ളൂ. ഏത് വഴി? ക്രൂശിതൻ്റെ വഴി. വെളിപ്പെടുത്തി കിട്ടിയ, സ്വന്തമാക്കിയ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം, അത് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിഞ്ഞ, സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മ. ഈ അമ്മയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്നത് ഈ ഒരു വലിയ തിരിച്ചറിവാണ്, ഈ ഒരു സത്യ അനുഭവമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ ജപമാലകൾ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ ഒത്തിരി നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്താണ്? യേശുവിൻ്റെ രക്ഷാകര പദ്ധതി. മാനവകുലത്തിലേക്ക് കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ശക്തി കടന്നു ചെല്ലാൻ വേണ്ടി അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കണം. അമ്മയുടെ വലിയൊരു ആഗ്രഹമുണ്ടല്ലോ. ഞാൻ ഈ ദിവസങ്ങളൊക്കെ അമ്മയുടെ കൂടെ ഇരുന്നപ്പോൾ അമ്മയുടെ വലിയ ആഗ്രഹമാണ് പറയുന്നത്. അതായത് തൻ്റെ തിരുക്കുമാരൻ്റെ കുരിശിലെ ബലി ലോകം മുഴുവനും സ്വന്തമാക്കണം എന്ന് അമ്മ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നപ്പോൾ കർത്താവിൻ്റെ നിലവിളി അമ്മ കേട്ടതാ. എന്താണ്? എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു മക്കളെ. ആ നിലവിളി എന്തിനെന്നറിയോ? ഈ കുരിശിൽ മരിച്ചതിൻ്റെ ശക്തി, കുരിശു മരണത്തിൻ്റെ രക്ഷാകര ശക്തി സകലമാന മക്കളും സ്വന്തമാക്കി എടുക്കണം എന്നുള്ള തൻ്റെ തിരുക്കുമാരൻ്റെ ചങ്കു നുറുങ്ങിയുള്ള ആ ദാഹം കേട്ടവളാ പരിശുദ്ധയമ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഒരു ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് മറ്റൊന്നുമല്ല, പൗലോസ്ലീഹ പറഞ്ഞ പോലെ ക്രൂശിതനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട പാപം നീക്കിയ, ശാപത്ത് നീക്കിയ, മരണത്തെ പരാജയപ്പെടുത്തിയ, സാത്താനെ പരാജയപ്പെടുത്തിയ കുരിശുമരണത്തിൻ്റെ അപരിമേയമായ ശക്തി, ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യമായ ഈ കുരിശുമരണത്തിൻ്റെ ശക്തി ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, സാത്താൻ ഈ കുരിശുമരണത്തെ പ്രഘോഷിക്കാൻ ഒത്തിരി തടസ്സപ്പെടുത്തുന്നുണ്ട്. കുരിശിൽ മരിക്കാത്തവനായിട്ട് യേശുവിനെ അവതരിപ്പിക്കുന്ന സാത്താൻ, കുരിശുമരണത്തെ നിഷേധിക്കുന്ന സാത്താൻ, ത്രിയേക ദൈവത്തെ നിഷേധിക്കുന്ന സാത്താൻ, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തടസ്സപ്പെടുത്തുന്ന സാത്താൻ ഒത്തിരി സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് അമ്മയിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ, അമ്മയിലൂടെ അവതരിച്ച ദൈവത്തെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ ശക്തമായി പ്രഘോഷിക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് സാത്താൻ്റെ ഈ ഗൂഢതന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അവൻ്റെ അടിമത്തിൽ പെട്ടുപോയ ഒത്തിരിയേറെ മക്കളുണ്ട്. ഇവൻ സഭയിൽ പോലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സാത്താൻ്റെ ശക്തമായ സ്വാധീനവും അവൻ്റെ അടിമത്തങ്ങളും നിറയപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസ പ്രഘോഷണത്തിന് വേണ്ടി, അടിസ്ഥാനപരമായ സത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇന്ന് ഈ ഒരു വലിയ സന്ദേശം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അതൊക്കെ മാതാവിനറിയാം. പക്ഷേ അതിനേക്കാളും വലിയ ഉന്നതമായ ഒരു കാര്യമാണ് ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത്. അതായത് പരിശുദ്ധ അമ്മയുടെ വലിയൊരാഗ്രഹം, യേശുവിൻ്റെ അന്ത്യാഭിലാഷമായ ആഗ്രഹം ചങ്കിലേറിക്കൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ മകൻ്റെ കുരിശുമരണം, എൻ്റെ മകൻ്റെ കുരിശുമരണം എല്ലാ മക്കളും സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഈ അമ്മയോട് നമ്മൾ ഈ ഒരു നിയോഗം വെച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ അമ്മയുടെ വലിയൊരു ദൗത്യമാണ് യേശുവിനെ ലോകത്തിന് നൽകുക എന്നുള്ളത്. അത് ഈശോയെ ജനിപ്പിക്കുക എന്ന് മാത്രമല്ല, ഈശോയെ വളർത്തി കുരിശിൽ ബലിയർപ്പിച്ച് മാനവകുലത്തിനു വേണ്ടി ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് സമർപ്പിക്കുകയും ലോകം മുഴുവനും ഈ തിരുക്കുമാരനെ സ്വീകരിച്ചുകൊണ്ട് രക്ഷ സ്വന്തമാക്കി എടുക്കുന്നതും മാതാവിൻ്റെ വലിയൊരു ദൗത്യമാണ്, മാതാവിൻ്റെ വലിയൊരു കടമയാണ്, മാതാവ് ഭരമേറ്റ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെ പരിശുദ്ധ അമ്മ ലോകത്തിന് നാനാഭാഗത്ത് പ്രത്യക്ഷപ്പെടുമ്പോഴും നമുക്കറിയാം, ഒത്തിരിയേറെ വൈദികരും എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ ബലിയർപ്പിക്കുമ്പോൾ നിറസാന്നിധ്യമായിട്ട് കൂടെ നിൽക്കുന്ന പരിശുദ്ധയമ്മ. ദൈവമക്കൾ എൻ്റെ മകൻ്റെ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെടണം, എൻ്റെ മക്കൾ എൻ്റെ മകൻ്റെ കുരിശുമരണത്തിലൂടെ ജീവൻ പ്രാപിക്കണം, അങ്ങനെ എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി പരിശുദ്ധയമ്മ എപ്പോഴും ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തവളാണ് നമ്മുടെ അമ്മ. അതിനുവേണ്ടി സഹനങ്ങളും ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വ്യാകുലവാളുകളും ഏറ്റെടുത്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ സഹരക്ഷകയായിട്ട് മാറിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ത്രിയേക ദൈവത്തെ പ്രഘോഷിക്കാൻ, ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹപാരമ്യത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രഘോഷിക്കാൻ, യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സ്വന്തമാക്കാൻ, ഈ ക്രൂശിതനെ പ്രഘോഷിക്കാൻ പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം മറ്റൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഈ കൂടെയുള്ള പരിശുദ്ധ അമ്മയോട് ചേർന്ന് ത്രിയേക ദൈവത്തിൻ്റെ ഈ സ്നേഹ പാരമ്യത്തെ സ്വന്തമാക്കിക്കൊണ്ട് ക്രൂശിതനെ പ്രഘോഷിച്ച് യഥാർത്ഥമായ രക്ഷ നമ്മൾ കൈവരിച്ചെടുക്കണം. മാത്രമല്ല, ഈ സുവിശേഷം ലോകമെങ്ങും നമ്മൾ പ്രഘോഷിക്കണം. നോ കോംപ്രമൈസ്. മറ്റൊന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ക്രൂശിതനെ പ്രഘോഷിച്ചുകൊണ്ട് അനേകം മക്കൾക്ക് ഇതാണ് സുവിശേഷം, മാനസാന്തരപ്പെട്, പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ വിളിച്ചത് ഈ കുരിശിലേക്ക്, ഈ പാപപരിഹാര ബലിയിലേക്ക്, ഈ കുരിശിൽ ചുവട്ടി നിൽക്കുന്ന അമ്മയുടെ സന്നിധിയിലേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, ഈ അമ്മയോട് ചേർന്ന് ഈ ദൈവിക രഹസ്യത്തെ സ്വീകരിച്ചുകൊണ്ട് ക്രൂശിതനെ സ്വന്തമാക്കി ആ രക്ഷ കൈവരിച്ചുകൊണ്ട് അനേകായിരങ്ങൾക്ക്, നാനാജാതി മതസ്ഥർക്ക് ക്രൂശിതനെ പ്രഘോഷിച്ചു കൊടുക്കുന്ന സുവിശേഷവാഹകരായി തീരുവാൻ നമുക്കിടയാകട്ടെ. ആ സുവിശേഷം വഹിക്കുന്ന സാന്നിധ്യമാണ് നമ്മുടെ അമ്മ, ദൈവകൃപ നിറഞ്ഞ അമ്മ. കുരിശിൻ്റെ ചുവട്ടിൽ 7 വ്യാകുല വാളുകളാൽ കുത്തിപ്പിളർക്കപ്പെട്ട ആ വിമല ഹൃദയം പേറിക്കൊണ്ട് നിൽക്കുന്ന പരിശുദ്ധ അമ്മ, രക്തസാക്ഷികളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ, ജീവിതം മുഴുവനും കുരിശിനു വേണ്ടി, ക്രൂശിതനു വേണ്ടി സഹനത്തിൻ്റെ പുത്രിയായി തീർന്ന പരിശുദ്ധ അമ്മ. അമ്മയുടെ ഒറ്റ ആഗ്രഹമുള്ളൂ, ക്രൂശിതനെ പ്രഘോഷിക്കുക, ക്രൂശിതനെ ലോകത്തിന് കൊടുക്കുക. അത് തന്നെയാണ് അമ്മ ഇന്നും ചെയ്യുന്നതും, അത് തന്നെയാണ് നമ്മൾ സ്വന്തമാക്കേണ്ടതും, നമ്മൾ ചെയ്യേണ്ടതും, അത് തന്നെയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടതും. ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത് പ്രഘോഷിക്കാൻ നമുക്കിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടുകൂടി അമ്മേ മാതാവേ, അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വചന സന്ദേശത്തിൻ്റെ വലിയ ദൈവിക രഹസ്യം അങ്ങ് ഞങ്ങളിൽ കൂടുതൽ ഉറപ്പിക്കണമേ. കർത്താവിൻ്റെ കുരിശു മരണമാണല്ലോ അമ്മയിലൂടെ പിതാവായ ദൈവം ഞങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിച്ചത്. അമ്മ അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച് ആ കുരിശിൻ ചുവട്ടിൽ മകനെ ബലിയർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് നിൽക്കുന്ന അമ്മയെ, സകരക്ഷകയായ പരിശുദ്ധി അമ്മേ, അമ്മയുടെ വലിയ സ്നേഹവും ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യവും രക്ഷാകര പദ്ധതിയിൽ പൂർത്തീകരിക്കപ്പെട്ട ആ വലിയ രക്ഷയും സ്വന്തമാക്കി എടുക്കാൻ, ലോകം മുഴുവനും അത് പ്രഘോഷിക്കാൻ, ലോകം മുഴുവനും അത് സ്വീകരിക്കുവാൻ ഇടയാക്കണമേ എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.